ഹായ് ഫ്രണ്ട്സ്, നാത്തൂൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ്. 4 പൂവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കിയാലോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 ഗ്ലാസ് വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അടർത്തി എടുത്ത പൂവിൻ്റെ ഇതിലെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിന് നിറമെല്ലാം ഇറങ്ങിക്കഴിയുമ്പം നമുക്കിതെടുക്കാം. പൂവിൻ്റെ കളറെല്ലാം ഇറങ്ങി നല്ല നീല നിറമായിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് 2 തവി ഇടിയപ്പത്തിൻ്റെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ സ്പൂണിന് 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ അളവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവിനെ നമുക്കൊരു സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു ഇഡ്ഡലിയുടെ തട്ടം എടുത്തിട്ടുണ്ട്. അതിലെല്ലാം ഓയിലൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പീര കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മാവ് പീച്ച് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ശംഖുപുഷ്പം കൊണ്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലാണ്. നെയ്യിൽ വറുത്ത കറിവേപ്പിലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലിൽ കുറച്ച് മധുരം കൂടി ഇടാം. ഞാൻ ഇതിനകത്ത് മധുരം ഉപയോഗിച്ചിട്ടില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.